ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ വർഷയും ശ്രീകാന്തിനെ കാണാൻ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ ചന്ദ്രയും നമ്മുടെ ഭാമയും വരുന്നൊരു നിമിഷങ്ങളാട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടുകൂടിയാട്ടോ നമ്മുടെ വർഷയുടെ അടുത്ത് മരുമകളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഭയങ്കര കോടീശ്വരി മരുമകളല്ലേ, അതിന്റെ പിന്നെ ഒരു എന്താ പറയാ കുലീനതയും നമ്മുടെ ചന്ദ്രയ്ക്കുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വർഷയാണെങ്കിൽ അമ്മായിയമ്മയാണ് മുന്നിലിരിക്കുന്നത് നോക്കുന്നൊന്നുമില്ല, കാലുമേ കാലും കയറ്റിയൊക്കെ വെച്ച് ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ചന്ദ്ര ആകപ്പാടി ഇങ്ങനെ പറയുന്നുണ്ട്, ആളത്ര പന്തിയല്ലല്ലോ എന്നുള്ള ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ കോടീശ്വരി ആയതുകൊണ്ട് എല്ലാം അങ്ങോട്ട് കാറ്റിൽ പറത്തു കേട്ടോ. അതിനുശേഷം ഇവരൊക്കെ തമ്മിൽ ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർഷയുടെ അമ്മ വരുന്നുണ്ട്. അങ്ങനെ അമ്മ വന്ന് നമ്മുടെ വർഷയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട്, രേവതി വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വർഷയെ കാണാൻ വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വർഷയുടെ അമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ, ഞാനും ഏട്ടനും അതായത് ഭർത്താവും കൂടി വന്നിട്ട് എന്താ പറയാ വർഷയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൈപിടിച്ച് തന്നോളാം, ഞങ്ങൾ അത് ചെയ്തോളാം, ഞങ്ങൾക്ക് സമ്മതമാണ് എന്നൊക്കെ പറയുന്ന ഒരു മനോഹര നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ ആദ്യം കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു പതിവ് പരിഭവ രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇരിക്കുമ്പോ രേവതി വഴക്കിട്ട് നിന്നപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നമ്മുടെ സച്ചി കഴിച്ചില്ലല്ലോ. രേവതി പോയതിന് ശേഷമാണല്ലോ സച്ചി കഴിച്ചത്. അപ്പൊ വീണ്ടും നമ്മുടെ രേവതി ഏതോ ഒരു ദിവസം ഫുഡായിട്ട് വരുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അന്നത്തെ പോലെ ഞാൻ പോയതിന് ശേഷം കഴിക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അന്ന് നീ പോയതിന് ശേഷം ഞാൻ കഴിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, നിന്റെ എന്താ പറയാ സച്ചി ഏട്ടന്റെ ജീവിതത്തിലെ CCTV ക്യാമറ അല്ലേ ഞാൻ എന്ന് നമ്മുടെ രേവതി പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ വർഷയും ശ്രീകാന്ത് നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടത് അല്ലേ. എന്തായാലും ശ്രുതിക്ക് തീരെ താല്പര്യമില്ല. നമ്മുടെ ശ്രുതിയും നമ്മുടെ വർഷയുടെ ഒരു സ്വഭാവവും ആ ഒരു അഹങ്കാരമൊക്കെ കാണുമ്പോൾ ശ്രുതിയും നമ്മുടെ വർഷയുമായിട്ട് ചേർന്ന് പോകാൻ എന്താ പറയാ വഴിയില്ല. ആകപ്പാട് നമ്മുടെ രേവതി നമ്മുടെ വർഷയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാകിയ നമ്മുടെ ശ്രുതി അവിടെ ഒറ്റപ്പെടാനും തന്നെയായിരിക്കും സാധ്യത അല്ലേ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.